ഈ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഈ കസ്റ്റമർ ആരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഒരു സംരംഭകനായിക്കോട്ടെ, അതല്ല സെയിൽസിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആരാണ് നമ്മുടെ കസ്റ്റമർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോടത്താണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ ആരാണ് കസ്റ്റമർ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ നമ്മുടെ കസ്റ്റമറാണ്. അതുപോലെ തന്നെ കോറിപ്പണി മനുഷ്യ ഹാർഡായിട്ടുള്ള വർക്കാണ്. കോറിപ്പണി എടുക്കുന്ന, കോറിയിൽ കല്ല് പൊട്ടിക്കുന്ന സഹോദരന്മാർ നമ്മുടെ കസ്റ്റമറാണ്. അതുപോലെ വെയിൽ മഴയൊന്നും വകവെക്കാതെ നമ്മൾ ഈ സെൻട്രിങ് വർക്കുകൾ, പടവ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ വയർത്ത് അധ്വാനിക്കും നമ്മൾ കാണാൻ പറ്റും. അവർ നമ്മുടെ കസ്റ്റമറാണ്. അതുപോലെയാണ് നമ്മുടെ പ്രവാസി സഹോദരന്മാർ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഒരു അതികഠിനമായ ചൂടിൽ അവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ നിലകളുള്ള ബിൽഡിങ്ങുകളിൻ്റെ മുകളിൽ നമ്മൾ തൂങ്ങി നിന്ന് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് വർക്കുകൾ, പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കസ്റ്റമർ. ഇവരുടെ വേർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ മണമുള്ള ഒരു പൈസയാണ് നമ്മുടെ പലവിധ ഷോപ്പുകളിലേക്ക് അവരുടെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. ആ പൈസ കൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള നിത്യോപയോഗ സാധനങ്ങളാവട്ടെ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളാവട്ടെ, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളാവട്ടെ, ഇങ്ങനെ വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ കഠിനമായി അധ്വാനിക്കുന്ന ഈ സഹോദരന്മാർ അല്ലെങ്കിൽ ഈ ഫാമിലികൾ നമുക്ക് തരുന്ന പണം കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ആത്മാവായിട്ട് ഉള്ളത്. ഒരു കസ്റ്റമർ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത പണിയെടുത്ത് നമുക്ക് കൊണ്ടുതരുന്ന പണമാണല്ലോ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവനെ റെസ്പെക്റ്റ് ചെയ്യാനും അവനോട് നമ്മുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നുള്ള ഒരു നല്ല സ്മൈലി, ചിരി കൊടുക്കാനും അവനെ കേൾക്കാനും ഒക്കെ പ്രചോദനമാകുന്ന ഒരു കാര്യം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ കസ്റ്റമർ സർവീസ് ഒരു 100% അടിപൊളിയായിട്ട് മാറും.